ഇന്നലെയാണ് ഇന്ന് മറ്റൊരു റെസ്റ്റോറൻറ്റ് ആയിക്കൊണ്ടൊരു വീഡിയോ ഇട്ടീനു. അതിൽ സൗണ്ട് കേൾക്കുന്നില്ലേനു. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ബസ്സിൽ മെട്രോണോണിഷ്യയിലാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല മറ്റേ ഒരു KSRTC ഞാൻ ഓടിച്ചിരുന്നു. അത് നമ്മളെ സുഗുണേട്ടനാണ് ജോലി. ഇത് കപ്പലണ്ടി സുഗുണേട്ടനാണ് ജോലി വന്നത്. അപ്പോൾ കപ്പലണ്ടി സുഗുണേട്ടന് ഒരു ഹായ് പറയാം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ എന്താ വണ്ടി ഇരിക്കുമോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ നമ്മളെ കല്യാണം ഉണ്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, അത്രയും ലോകമാണ്. അപ്പം നമ്മളെ ഗസ്റ്റ് വരുന്നത് റയാൻ എന്ന് പറഞ്ഞ ചെക്കനാണ്. ഹായ്. അപ്പോൾ ഇനി ഓന് ഇവിടെ എടുക്കണ ഒരു 5 വീഡിയോയിലൊക്കെ ഉണ്ടാവും. പിന്നെ അവൻ്റെ അനിയനുണ്ട്. ഹായ്. അവൻ്റെ പേര് ഇഹാൻ എന്നാണ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയിലുള്ള കയറാം. അപ്പോൾ എന്തായാലും നമ്മൾ പറപ്പിക്കിട്ടോ, നോ കോംപ്രമൈസാണ്. ഞാൻ വോളിയൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഗൈസ്, പിന്നെ ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ വെറുതെ അല്ലാട്ടോ, നമുക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. പിന്നെ ഷെയർ ഒക്കെ സെറ്റാക്കണം. അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക. അവിടെ ഒന്ന് മണ്ടുണ്ട്, അവൻ്റെ പേര് ഗോജോ എന്നാണ്. ഒരു പാവയാ, പാവ, മരപ്പാവ, മരപ്പാവ, മരപ്പാവ. അങ്ങനെ എന്താ കാണിക്കുന്നത്? നല്ല പൊളയുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. അത് നമ്മളെ റയാൻ ചെക്കനെ ഇടിച്ചിട്ട് പൊളിഞ്ഞ് വളഞ്ഞോയിട്ട് ഞാൻ ഒരു എത്ര കൺട്രോൾ ഇല്ല കേട്ടോ. ഒരു ഓടിക്കാൻ കൊടുത്താണേ ചെക്കൻ പോയിട്ട് ഒരൊറ്റടി പോസ്റ്റിനെ ഇങ്ങനെയൊക്കെ ഇവിടെയുള്ള പകുതി പോസ്റ്റും ആൾക്കാർ വിചാരിച്ച് അവിടെ ഇടിച്ച പോസ്റ്റ് ഡെക്കറേഷനാണ്. ഇവിടെയുള്ള എല്ലാ പോസ്റ്റിലും വളച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയും എൻ്റെ ബസ് മെട്രോണോണിഷ്യൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിച്ചാൽ മതി. നമ്മളിതാ സ്കൂൾ വരെ മറന്നിട്ടാണ്. അവിടെ നമ്മളെ റയാൻ്റെ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ അതാ നമ്മൾ ടൂറിന് കയറ്റാനുള്ള ആൾക്കാർ നമ്മൾ മറന്നുപോയി. പക്ഷേ ആ ടൂറിന് എടുത്തുള്ള എത്താനായി. എന്തിനാ എപ്പോഴും ഇവരെ മറന്നു പോണേ? ചങ്ങാക്കി വളയ്ക്കാനെന്ന് അറിയൂലേ? അത് സൗണ്ട് വേണമെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ നിങ്ങൾക്ക് ഏത് വ്യൂ ആണ് ഇഷ്ടം? എനിക്ക് പേഴ്സണലി എനിക്ക് മറ്റേ ഇൻറ്റീരിയൽ വ്യൂ ആണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഔട്ട് ഇതിൽ വേണമെങ്കിൽ മറ്റേ പുറത്തത്തെ ഒന്നാമത്തെ ഇത് വേണമെങ്കിൽ ഈ വ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളെന്തായാലും ഓരോ കൂട്ടാൻ പോകുന്നവരെ നമുക്ക് ഈ വ്യൂവിലെടുക്കാം. പക്ഷെ പിന്നെ തയ്ക്കുന്നതല്ല. അപ്പോൾ ആ റെസ്റ്റോറൻ്റ് ആയിക്കൊണ്ട് പാർട്ട് 2 ഇന്ന് തന്നെ വരും, അല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ ഇത് എപ്പോഴാണ് കാണുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ എവിടെയല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഓക്കെ, ഇതാ ഇങ്ങോട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ഒന്ന് കുറച്ച് പറപ്പിക്കുക. എന്തായാലും നിങ്ങളെന്തായാലും കാണാനൊക്കെ വന്നല്ലേ, എല്ലാം അട്ടേച്ച് വന്നല്ലേ. ഞാൻ എടാ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലേനോടാ നമ്മളിതിന് ഇത്രയ്ക്ക് വന്ന്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിലാണ്. അതാണ് സ്ഥല. ബസ്സിന്റെ ലൈഫ് ഒന്ന് കുറഞ്ഞുണ്ട്. അത് നോക്കണം നമ്മൾ. ബസ്സിന്റെ ഹെൽത്തൊക്കെ നമ്മൾ 8 റുപ്യ കൊടുത്തതിനാൽ. പക്ഷെ ഞാൻ ആദ്യം തൊട്ട് വിചാരിച്ചതെന്ന് കഴിഞ്ഞാൽ മറ്റേ ഇതിലെ ബസ് വേണ്ടിയിട്ടാണ് ചില 8 റുപ്യാണ്. ഞാൻ 8 റുപ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അറിയണേ 8,000 റുപ്യാന്ന്. 8,000 റുപ്യാന്ന് ഞാൻ പിന്നെ കേട്ടോ പറയുന്നത്. ഞാനവിടെ ഇടിച്ച് ഞാൻ കണ്ടില്ല, സത്യം കണ്ടില്ല. അപ്പോൾ എന്തായാലും പറപ്പിക്കണം കേട്ടോ. പക്ഷെ ഞാൻ മെല്ലെ പോകണമെന്ന് നമ്മൾ സംസാരിക്കുമ്പോഴേ ഓടിച്ചിട്ട് സംസാരിക്കുമ്പം ഇത്തിരി ഹാർഡാണ്. അപ്പോൾ ഇനി എല്ലാം സംസാരിക്കണം നമ്മളെ റയാനായിരിക്കും. റയാനാണ് സംസാരിക്കട്ടോ. നമ്മളെ റയാൻ്റെ അനിയനൊക്കെ ഉണ്ട് കേട്ടോ കൂടെ. ഹായ്. കേക്കാണെന്ന് തോന്നുട്ടോ. അതാ ഞാൻ വോളിയം ഫുള്ള് കുറച്ചിട്ട്. വോളിയം വേണമെങ്കിൽ ഞാൻ 20 ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഇതിൽ. ഹായ് ബോ. ഞാൻ ഈ ദിവസം ഈ ഏട്ടൻ്റെ കൂടെ ബസ് സിമുലേറ്റർ കളിച്ചതാ. അന്നൊരു ഓട്ടോക്കാരനുണ്ടായിരുന്നു. ആ ഓട്ടോക്കാരനിലേക്ക് ഓടിക്കറിയാത്തതുകൊണ്ട് ഞാൻ അയാളെ ഇടിച്ചിട്ടുണ്ട്.
എന്താ കയ്യിൽ നിന്ന് 2000 രൂപ പോയി. പക്ഷെ അയാളൊരു പ്ലാസ്റ്റർ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പിണ്ട് ആ ഏട്ടൻ എനിക്കൊന്നും കൂടി ഓടിക്കാൻ തന്നേക്കും. എന്നിട്ട് അയാളുടെ കാലും കൂടി ഒടിഞ്ഞു. ആക്സിലേറ്റർ ചവിട്ടാനും പറ്റില്ല. പക്ഷെ എന്താ വല്ലാത്തൊരു കഷ്ടമുള്ള ജീവിതം തന്നെ. ഇവിടെ ഞാൻ ഇതാണ് കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ടോ മറ്റേ ഓടിക്കാൻ. ഇപ്പോൾ ചങ്ങായാണെങ്കിൽ ബ്രേക്ക് പിടിക്കാൻ മറന്നായി. നേരെ ഏതൊരു ഓട്ടോക്കാരൻ എടുത്തിട്ട് കയറി. അയാൾ പ്ലാസ്റ്റർ ഇട്ട് കയ്യിൽ ഫുള്ള് കൈ രണ്ടും എടുത്തിട്ട് പാവം ചങ്ങായി ഇറങ്ങി. പിന്നെ ഞാൻ വീണ്ടും ഇവിടെ എത്തിയപ്പം ഞാൻ അവന് വീണ്ടും ഓടിക്കാൻ കൊടുത്ത്. അത് സെയിം സ്ഥലത്ത് തന്നെ അയാൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തുനിന്ന് കുറേ നാളെ എൻ്റെ വണ്ടി കണ്ടെന്നുണ്ട്. വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഇവന് ബ്രേക്ക് പിടിക്കാൻ മറന്ന് അയാളെ രണ്ട് കാലും കൂടി ഓടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അടുത്ത എന്താ ഓടിക്കാൻ ദൈവത്തിനറിയാം. ഇനി ഞാൻ KSRTC എടുക്കലുണ്ട്. ഇതിപ്പോൾ കല്യാണം എന്നാണ് ബസ്സാണ്. ഇനി മോഡ് വേണമെങ്കിൽ ഞാൻ അയച്ചു കേട്ടോ. പിന്നെന്താ വേറെ കാര്യമുണ്ട്. ഞങ്ങളൊരു ചിലപ്പോൾ പരസ്യമായിരുന്നു കേട്ടോ, സോറി. നമ്മളൊരു പോസ്റ്റ് മേടിക്കാൻ പോയിട്ടാ. അപ്പം ഇടിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് റിവേഴ്സ് ഗിയർ എടുത്താട്ടാ. അപ്പം ഉണ്ട് ഞങ്ങൾ പാട്ട് വെച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പോണ്. അപ്പം ഉണ്ട് ഞങ്ങൾ ബാക്കിൽ റിവേഴ്സായിട്ട് പോന്നു. അപ്പം ഉണ്ട് ഒരു തരി പോലും തട്ടിയിട്ടില്ല കേട്ടാ. അപ്പം ഉണ്ട് ആ പോസ്റ്റ് വീണു. അപ്പോൾ ഇത് നല്ല ഒരു സാഡ് മ്യൂസിക് ആയിരുന്നു. അത് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങൾ ഇന്നലെ അങ്ങനെ എടുക്കുമ്പോൾ ഏതൊരു പോസ്റ്റ് തട്ടില്ല. നമ്മൾ തട്ടാനായപ്പോൾ എന്തോ ഒരു വണ്ടിയുടെ സ്പീഡിൽ ബ്രേക്ക് പിടിച്ച് പോയി എന്തോ ആയതാണ്. ആയപ്പോൾ ഇത് ഞാൻ മറ്റേ പാട്ട് വെച്ചിട്ടാണ് പോയത്. മറ്റേ ഏതാണ് ഇൻസാനിലേരാ വന്നിരുന്നുണ്ട്. മറ്റേ ഹനാൻഷാൻ്റെ പാട്ടൊക്കെ അതൊക്കെ വെച്ചിട്ട് പോയത്. നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതിലിങ്ങനെ പോകുമ്പോഴാണ് മഴയാണ് ഇവിടെ. ഇപ്പോൾ ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണം. തൃശ്ശൂരിൽ നിന്ന് ഞാൻ പറയുന്നുള്ളൂ, സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം കൂടി മതി എൻ്റെ വീട്ടിലോട്ട് ആൾക്കാർ വരാൻ. ഞാൻ നാളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫോൺ നമ്പർ ലീക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തോ ഒരു രീതിയിൽ എന്തോ കോളിൻ്റെ ഒരു ഇത് വന്നു, നോട്ടിഫിക്കേഷൻ വന്നതാ. അതറിയാണ്ട് ഞാൻ മറ്റേ ഗെയിം കളിക്കുമ്പോൾ എടുത്ത് പിന്നെ അതിൽ നമ്പർ ഫുള്ള് ലീക്കായി. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ചെങ്ങനെ ഇത് കാണിക്കണേ അടുത്ത് മാറണോ സൈഡ് കിട്ടിയില്ല. ഇന്നലെ ഞാനാണ് ഇതാ സെയിം സ്ഥലം കേട്ടോ. ഇത് 1 വേ ആണല്ലോ. അതാ അതിൽ ഞാൻ അറിയാണ്ട് പോയി നേരെ റോങ് വേ പോയി. ഞാൻ എന്നിട്ട് ഫുള്ള് റിവേഴ്സ് എടുത്തിട്ട് എന്നെക്കൊണ്ട് ഞാനിത് അവിടെ അറ്റത്തെത്തിയതാ. പിന്നെ ആൾക്കാരെല്ലാവരും കൂടി റിവേഴ്സ് എടുത്തിട്ട് സീനായിന്. അപ്പോൾ വലിയ ഇവരെ ചെന്നൈന്ന് കാണിക്കണം. സൈഡ് കിട്ടിയില്ലെങ്കിൽ ഒത്തിരി സൈഡ് കിട്ടിയാൽ പോസ്റ്റ് കയറിക്കോട്ടോ. ഉറപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് എടുത്ത് ഇറങ്ങി ഞാൻ അടിക്കും. ഒരു കാര്യം പറയട്ടെ. ഒരു മുമ്പ് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ എന്താ പഠിക്കുമ്പോഴാണ് ഈ ഏട്ടൻ എനിക്ക് ഇത് ഓടിക്കാൻ തന്നു. അപ്പോൾ ഒന്നുമില്ല, ഒരു സാധനം റെഡിയാക്കാനായിരുന്നു. പറഞ്ഞോ. എനിക്ക് ഒരു ദിവസം വണ്ടി ഓടിക്കാൻ തന്നു. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് ആൾക്കാരൊക്കെ കയറ്റി അവിടെ എത്തി. ആകെ ഇടിച്ച് ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ വണ്ടിയുടെ ലൈഫ് തന്നെ ഇപ്പോൾ ഒരു 5 ആയി കാണും. ഈ കല്യാണ ബസ്സിൽ തന്നെയാണ് നമ്മളെ ടേൺ കഴിഞ്ഞാ തോന്നുന്നു. ആ വണ്ടിയല്ലോ നമ്മൾ നേരത്തെ സീനുണ്ട്. അവിടെ എന്ത് നോക്കട്ടെ. ഞാൻ എന്തോ വളവ് മിസ് ചെയ്തോന്നൊരു സംശയമുണ്ട്. പോകാനും പറ്റില്ലല്ലോ. വണ്ടി തന്നെ ആടാ അയാളെ വീടാണ്ടത്. ഞാൻ എന്തിനാ എല്ലാവരും സുഗണൻ രാമൻ എന്നൊക്കെ വിളിക്കണേ. ഈ ഒമ്പത് കാരണം ബ്ലോക്കായോ. ഇവിടെയാണ് നിർത്തണ്ടേ.
എടാ വൺ വേ ഇനി കറങ്ങി വരണോ? ഒരു ഐഡിയ ഉണ്ട്. എല്ലാരും ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോവാ. ആ സൈഡിൽ കൂടെ എടുക്കാൻ കിട്ടുമോ? നമുക്ക് സൈഡ് ഞാൻ വീട്ടിലുള്ള കയറ്റിയല്ലോ. ഞാനെങ്ങനെ വീട്ടിലോട്ട് കയറുക? അത്യാവശ്യം ഒരു വലിയ സ്ഥലം കിട്ടിയ വളയ്ക്കാല്ലേ വീട്ടുകാർക്ക് പോവാം. ഈ കാടിന്റെ അടിയിലൊക്കെ വീടൊക്കെ വെച്ചിരുന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു ഗേറ്റ് പോലും ഇല്ലാത്ത വട്ടാണ്. സൈഡാക്കിട്ട് ഈ ബ്ലോക്കിലെ ആൾക്കാർക്ക് ഒന്ന് പോയിക്കോട്ടെ. FPS അല്ലേ അത് മറ്റേ ഇതിൻ്റെ അടാ ഇവിടെ ഗെയിം സ്മൂത്ത് ആണോ മനസ്സിലായത്? അങ്ങനെ പറയാൻ ശരിക്കും 60 അതുകൊണ്ട് കൂടുതൽ നല്ലതാ. ഇവിടുന്ന് വളയ്ക്കാൻ കിട്ടുമോ? കിട്ടില്ല. വേണമെങ്കിൽ ഈ ട്രിപ്പിൽ ഏതായാലും തിരിച്ചു പോകണം. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുക, എന്താ പറയുക, KSRTC എടുത്ത് തിരിച്ചു പോവാം. അതെങ്ങനെയാണെന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ അടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ലൈക്ക് അടിക്കണം. പിന്നെ നമ്മൾ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിൽ റൈഡ് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടിക്കറ്റ് ബുക്കാവും. പിന്നെ നമ്മൾ വണ്ടി ഫുള്ളായാൽ മാത്രമേ അങ്ങോട്ട് തിരിച്ചെടുക്കുള്ളൂ. അതുകൊണ്ട് ഫുള്ളാവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ ടിക്കറ്റ് എടുക്കുക. എല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊന്ന് ബാക്കിയുള്ള ആൾക്കാർക്കൊന്ന് ഷെയറും ചെയ്യുക. എല്ലാം നമുക്ക് അയാളെ ഉന്തി കൊണ്ടുപോകാം. ഓടോ ഇയാളെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിക്കണ്ട. അയാളെ ഉന്തിയാ മതി. അയ്യോ എനിക്ക് വയ്യടോ. ഇങ്ങോട്ട് കയറണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ലടാ. എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിച്ചിട്ട് നിങ്ങളെ അറിയിക്കട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങുകയാണ്. എങ്ങനെ കയറ്റിയെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ലെഫ്റ്റ് സൈഡ് നോക്കൊന്നും വേണ്ട. ജസ്റ്റ് 2 തെറി വിളിച്ചപ്പോഴേ ജസ്റ്റ് 2 കുത്തു കൊടുത്തപ്പോഴേക്കും വണ്ടി എടുത്ത് നേരെ ബാക്കോട്ട് പോയി. ഞാൻ ഇതാ ഇവിടെ ഇതാ ഞാൻ പേടി പറയാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പം വണ്ടീൻ്റെ മുൻഭാഗം നോക്കണ്ട. ഞാൻ വണ്ടീൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് ഔട്ടർ എടുക്കാം. ഒന്ന് ഇങ്ങനെ നിന്ന് നോക്കി തിരിച്ചു പോകുമ്പോൾ നമ്മളെ റയാൻ ഓടിക്കും. റയാൻ്റെ ഡ്രൈവിങ് നിങ്ങളൊന്ന് കാണും കേട്ടോ. അപ്പം ബൈ. അപ്പോൾ നമ്മളെ സുഖനായിട്ടൊന്ന് ഡാൻസ് കണ്ടോളി. അപ്പോൾ ഗൈസ് ഇനി ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ആൻഡ് പീസ് ഔട്ട്.